നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൂടി വരികയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന, കേരളത്തിൻ്റെ വരുംകാല പ്രതീക്ഷകളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളീയർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാളികളും പ്രവാസി മലയാളികളും ഒക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപൂർവം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. കാരണം കേരളം ഇന്ന് വലിയൊരു അപകടത്തിൻ്റെ നടുവിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന വലിയ ആശങ്ക കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾക്കുണ്ട്. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യതകളെ, അവരുടെ ജയപരാജയങ്ങളെ, അതുപോലെ തന്നെ അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഭാഗമായി ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം, തിരുവനന്തപുരം ഇന്ന് കേവലം കേരളത്തിൻ്റെ തലസ്ഥാനം എന്നതിലുപരി സവിശേഷമായ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം തിരുവനന്തപുരം നഗരം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി BJP ഇവിടുത്തെ നഗരസഭ ഭരണം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ നഗരസഭാ ഭരണം BJP പിടിച്ചെടുത്തത് വളരെ കാലം നീണ്ടുനിന്ന പോരാട്ടത്തിന് ശേഷമാണ്. നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്ന LDFനെ, ഇടതുപക്ഷത്തെ നിലം പരിശാക്കി BJP വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ കഥയൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരം പിടിച്ചെടുത്ത, ആ നഗരഭരണം പിടിച്ചെടുത്ത BJP ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിച്ചിരിക്കുന്നു. അപ്പോൾ BJP എത്ര ഗൗരവപൂർവമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ് തിരുവനന്തപുരം നഗരം. 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഈ 4 മണ്ഡലങ്ങൾ, ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ അത് ചേർന്നതാണ് തിരുവനന്തപുരം നഗരം അഥവാ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിലാണ് 50 സീറ്റുകൾ നേടി ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയും കൂടി ആർജിച്ചുകൊണ്ട് BJP ഭരണത്തിലേറിയിരിക്കുന്നത്. ഇന്ന് BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഭരണസമിതിയുമാണ് തിരുവനന്തപുരം ഭരിക്കുന്നത്. അതിന് ഈ 4 നിയോജക മണ്ഡലങ്ങളെയും നമുക്ക് ഒന്ന് ആഴത്തിൽ പരിശോധിച്ച് നോക്കാം. കഴക്കൂട്ടത്ത് നിന്ന് ഏതാണ്ട് 14 വാർഡുകളാണ് BJP വിജയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വട്ടിയൂർക്കാവിൽ നിന്ന് ഏതാണ്ട് 12 വാർഡുകൾ BJP ജയിച്ചു. നേമത്തുനിന്ന് 17 വാർഡുകളും, പിന്നെ ഒരു 8 വാർഡുകളാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ചത്. ഈ ഒരു സാഹചര്യം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകളെ ഒന്ന് വിശകലനം ചെയ്യാം. കഴക്കൂട്ടം മണ്ഡലം 2016 മുതൽ BJPക്ക് ക്രമാനുഗതമായ വളർച്ച ഉള്ള ഒരു മണ്ഡലമാണ്. അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ മുന്നിൽ വന്ന മണ്ഡലമാണ്. തുടർന്ന് 2016 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ V മുരളീധരൻ അവിടെ മത്സരിക്കുകയും ഏതാണ്ട് ഒരു 7000-ൽ
അടുത്ത വോട്ടുകൾക്ക് അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അവിടെ കോൺഗ്രസ് വെറും 35,000 വോട്ടുകൾ മാത്രം നേടി ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് അവിടെ മുന്നേറ്റം കാഴ്ചവെക്കാനായി. കുമ്മനം രാജശേഖരൻ അവിടെ 2ാം സ്ഥാനത്തെത്തി. ശശി തരൂരായിരുന്നു അന്ന് 1ാമതെത്തിയത്. പിന്നീട് 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും മോശമല്ലാത്ത രീതിയിൽ വോട്ട് നേടി, ഏതാണ്ട് 40,000-നടുത്ത് വോട്ട് നേടി ശോഭ കരുത്ത് തെളിയിച്ചു. പഴയതുപോലെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു. പിന്നീട് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഇതിനിടയ്ക്ക് 2020, 2015 ഒക്കെ നടന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും BJPക്ക് മോശമല്ലാത്ത പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. നിരവധി വാർഡുകളിൽ വിജയിക്കുകയും അതിലേറെ വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. കഴക്കൂട്ടം മണ്ഡലത്തിൽ എക്കാലത്തും BJPയുടെ പ്രധാന എതിരാളി കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവിടെ CPM ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് BJP ഏറ്റുമുട്ടൽ നടക്കുന്നത്. അത് ഏത് തെരഞ്ഞെടുപ്പായാലും ശരി, ഒരു വശത്ത് BJPയും മറുവശത്ത് ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFനാണ് BJPയോട് പ്രധാനമായിട്ടും ഏറ്റുമുട്ടേണ്ടി വരുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിത്രം മറിച്ചാണ്. അവിടെ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. അതിൽ തന്നെ BJPയാണ് ഏറ്റവും കൂടുതൽ തവണ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി ഒന്ന് നോക്കാം. അന്ന് രാജീവ് ചന്ദ്രശേഖർ അവിടെ 1ാമതെത്തി. ശശി തരൂര് 2ാമതാണ്. LDF ദയനീയമായിട്ട് 3ാം സ്ഥാനത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ മുഴുവനും അങ്ങനെയാണ്. 2014 മുതൽ LDF കഴക്കൂട്ടത്ത് 3ാം സ്ഥാനത്താണ്. എന്തായാലും ഈ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. നിരവധി വാർഡുകൾ അവിടെ നേടാൻ BJPക്ക് സാധിച്ചു. നിരവധി വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. 2016 പോലെ V മുരളീധരനാണ് 2026 BJPക്ക് വേണ്ടി അവിടെ അംഗത്തിനിറങ്ങുന്നത്. ഈ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് വേണ്ടി, LDFന് വേണ്ടി CPMൻ്റെ നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ നമുക്കറിയാം, 2016-21 കാലത്ത് മന്ത്രിയായിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് തന്നെ ജയിച്ച് MLA ആയ വ്യക്തിയാണ്. 2021 വന്നപ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു. ഈ കോവിഡ് അനന്തര കാലത്ത് CPMന് പൊതുവെ, LDFന് പൊതുവെ അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ തരംഗത്തിൻ്റെ ഭാഗമായി അവിടെ കടകംപള്ളി സുരേന്ദ്രന് വിജയിച്ച് കയറാൻ സാധിച്ചു. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ, അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ചിത്രം മാറി മറിഞ്ഞു. അവിടെ ഇടതുപക്ഷം അതീവ ദുർബലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, കഴക്കൂട്ടത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇക്കുറി. ചരിത്രത്തിലില്ലാത്ത വണ്ണം വലിയ പ്രതിസന്ധി LDFും CPMും അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ആ കാര്യം. അതിന് ഒന്നാമത്തെ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ വലിയ കൊള്ള നടന്നു. അവിടെ ശ്രീകോവിലും അതിൻ്റെ വാതിൽപ്പാളികളും ദ്വാരപാലക വിഗ്രഹങ്ങളും ഒക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയി അതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തു. പകരം സ്വർണം പൂശി അവിടെ തിരികെ സ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. അത് സംബന്ധിച്ച അന്വേഷണവും കോടതി കയറലും കുറേ പ്രതികൾ അറസ്റ്റിലായതും ഒക്കെ നമുക്കറിയാം. കടകംപള്ളി സുരേന്ദ്രനെ 2 തവണയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അദ്ദേഹം 2 തവണയും തലയിൽ മുണ്ടിട്ട് SITയുടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ പോയി
ചോദ്യം ചെയ്യലിന് വിധേയനായ കഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ആ കടകംപള്ളി സുരേന്ദ്രന് മറ്റൊരു വലിയ വെല്ലുവിളി കൂടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, അത് നമുക്ക് പുറത്ത് ചർച്ച ചെയ്യാൻ കഴിയാത്ത നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. കൂടാതെ മണ്ഡലത്തിൽ CPM ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിൽ വാർഡുകളിൽ വിമതശല്യവും നേരിട്ടിരുന്നു. CPM എന്ന പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പലരും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ കഴക്കൂട്ടത്ത് കണ്ടു. ഇത് സൂചിപ്പിക്കുന്നത് കഴക്കൂട്ടം എന്ന നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയുടെ അടിവേര് ഇളകിയിരിക്കുന്നു എന്നാണ്. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സ്ഥിതിഗതികൾ ഇക്കുറി BJPക്ക് അനുകൂലമാണ്. ഒന്നാമത്തെ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള. രണ്ടാമത്തെ കാരണം സ്ഥാനാർത്ഥിയുടെ സദാചാര വിരുദ്ധ പ്രവൃത്തികൾ, അതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ആരോപണങ്ങൾ. 3, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം. ഈ കേരളത്തിലെമ്പാടും പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരടക്കം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് തിരുവനന്തപുരം. അതിൽ തന്നെ തിരുവനന്തപുരം നഗരം, ആ നഗരത്തിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ അസംതൃപ്തരായ സർക്കാർ ഉദ്യോഗസ്ഥരും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. അത് CPMനും LDFനും എതിരായിരിക്കും എന്നുകൂടി ഒരു അടിക്കുറിപ്പ് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കഴക്കൂട്ടം ഇക്കുറി ചുവക്കില്ല. പകരം അവിടെ കാവി അണിയും, അവിടെ താമര വിരിയും. വി മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി കഴക്കൂട്ടത്ത് അനായാസേന ജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. BJPയുടെ മിഷനറി, പാർട്ടി മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും സംഘപരിവാറിൻ്റെ മുഴുവൻ സംഘടനകളും ഒത്തൊരുമയോടുകൂടി വി മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്താൽ CPM വലിയ പ്രതിരോധത്തിലാകും. കടകംപള്ളി സുരേന്ദ്രനല്ലാതെ മറ്റൊരു പേര് അവിടെ മുന്നോട്ട് വയ്ക്കാൻ പാർട്ടിക്കില്ല. കടകംപള്ളി സുരേന്ദ്രനെ വെട്ടി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ചാൽ കടകംപള്ളി പാലം വലിക്കും. കടകംപള്ളിയുടെ കൈവശം അതിനുള്ള മരുന്നുകളുണ്ട്, അത് പാർട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും രംഗത്തിറങ്ങി പരിശോധിക്കുകയാണ് പാർട്ടി, ജയിക്കാൻ കഴിയുമോ എന്ന്. ആ പരീക്ഷണം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. പക്ഷേ സാധ്യതകൾ CPMന് എതിരാണ്, സാധ്യതകൾ BJPക്ക് അനുകൂലമാണ്. കോൺഗ്രസ് ആകട്ടെ UDF ആകട്ടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ ഉഴറുകയാണ്. അവർ ചിത്രത്തിലേ ഇല്ല എന്ന് തന്നെ പറയാം. കഴക്കൂട്ടത്ത് ഇനിയും ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല SIR കഴിഞ്ഞപ്പോൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റൻസീവ് റിവിഷൻ, അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായപ്പോൾ അവിടുന്ന് ഏതാണ്ട് 40,000-ന് പുറത്ത് വോട്ടുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. അസാധുവാണെന്ന് കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അത് നീക്കം ചെയ്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതും CPMന് തിരിച്ചടിയാണ്. BJPക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. കാറ്റ് താമരയ്ക്ക് അനുകൂലമായി വീശുകയാണ്. ഈ കോൺഗ്രസ് UDF അവിടെ ചിത്രത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ BJPയുടെ സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണ്. ഈ പറയുന്നത് പോലെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ BJPയും CPMും തമ്മിൽ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഇക്കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJP നേടിയ മിന്നുന്ന വിജയം
BJP കാഴ്ചവെച്ച ആ മിന്നുന്ന പ്രകടനം അത് കഴക്കൂട്ടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതം. താമര കഴക്കൂട്ടത്ത് വിരിയും. വി മുരളീധരൻ നിയമസഭയിലേക്ക് അടിവെച്ച് നടന്ന് കയറും എന്ന് തീർച്ചയാണ്.